നമസ്കാരം. നിലവിലെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. രാജ്യത്ത് ആദ്യമായി ജനിതകമാറ്റം വന്ന പുതിയ കോവിഡ് വൈറസ് 6 പേരിൽ സ്ഥിരീകരിച്ചു. യുകെയിൽ നിന്ന് തിരികെ ഇന്ത്യയിലെത്തിയ 6 പേരുടെ സാമ്പിളുകളിലാണ് പുതിയ സാർസ് കൊറോണ വൈറസ് കോവിഡ്-19 വകഭേദം കണ്ടെത്തിയിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. ബംഗളൂരുവിലെ നിംഹാൻസിൽ ചികിത്സയിലുള്ള 3 പേർക്കും, ഹൈദരാബാദ് CCMBയിൽ ചികിത്സയിലുള്ള 2 പേർക്കും, പൂനെ NIVയിൽ ചികിത്സയിലുള്ള ഒരാൾക്കുമാണ് പുതിയ വകഭേദമുള്ള വൈറസ് ബാധിച്ചതായി സ്ഥിരീകരിക്കുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് വകഭേദം ഇന്ത്യയിലും എത്തിയതായി കണ്ടെത്തിയത്. യുകെയിൽ നിന്ന് മടങ്ങിയെത്തിയ നിരവധി വിമാനയാത്രക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇവരെ എല്ലാവരെയും പുതിയ വൈറസ് ബാധിച്ചു എന്ന പരിശോധന നടത്തുന്നുണ്ട്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസാരഥികളെ ബുധനാഴ്ച തെരഞ്ഞെടുക്കും. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ളവരെയാണ് വിജയിച്ച ജനപ്രതിനിധികളിൽ നിന്നും തെരഞ്ഞെടുപ്പ് നടത്തി അധികാരമേൽപ്പിക്കുക. ഇതോടൊപ്പം നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും ഭരണസാരഥികളെ തെരഞ്ഞെടുക്കും. കോതച്ചിറ ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP റജീന തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാവും. ചാലിശ്ശേരി ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥി PR കുഞ്ഞുണ്ണിയാണ് വൈസ് പ്രസിഡന്റ്. തൃത്താല പഞ്ചായത്ത് 6ാം വാർഡായ തലയണപ്പറമ്പിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച PK ജയ പഞ്ചായത്ത് പ്രസിഡന്റാകും. 3ാം വാർഡായ തച്ചറാംകുന്നിൽ നിന്നും വിജയിച്ച LDF സ്ഥാനാർത്ഥി KP ശ്രീനിവാസനാണ് വൈസ് പ്രസിഡന്റ്. പട്ടിത്തറ പഞ്ചായത്തിലെ 13ാം വാർഡായ കോട്ടപ്പാടത്ത് നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച P ബാലൻ പ്രസിഡന്റാകും. പഞ്ചായത്തിലെ 9ാം വാർഡായ കക്കാട്ടിരിയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സെബു സദക്കത്തുള്ളയാണ് വൈസ് പ്രസിഡന്റ്. നാഗൽശ്ശേരി പഞ്ചായത്തിൽ 16ാം വാർഡായ ആമക്കാവിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച VV ബാലചന്ദ്രൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റാകും. 6ാം വാർഡായ തെക്കേ വാവനൂർ നിന്നും വിജയിച്ച ഷാഹിദ റിയാസ് വൈസ് പ്രസിഡന്റുമാവും. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായി T സുഹറയെയും വൈസ് പ്രസിഡന്റായി മനോമോഹനെയും തെരഞ്ഞെടുക്കും. CCTV ന്യൂസ് തൃത്താല. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM ഏരിയ കമ്മിറ്റി അംഗം ഷെയ്ഖ് അബ്ദുൽ ഖാദർ തെരഞ്ഞെടുക്കപ്പെട്ടു. ലോക്കൽ കമ്മിറ്റി അംഗം P നിർമ്മലാദേവി വൈസ് പ്രസിഡന്റാകും. CPM ഏരിയ കമ്മിറ്റിയാണ് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ച് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ചൊവ്വാഴ്ച നടന്ന ലോക്കൽ കമ്മിറ്റി ഇത് അംഗീകരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചും ലോക്കൽ കമ്മിറ്റി തീരുമാനമെടുത്തു. ഔദ്യോഗിക പ്രഖ്യാപനം LDF കമ്മിറ്റി നടത്തും. 15ാം വാർഡിൽ നിന്നും ജയിച്ച ഷെയ്ഖ് നേരത്തെ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. CPM ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. DYFIയിലൂടെയാണ് പാർട്ടിയിലേക്ക് കടന്നുവന്നത്. ചെറുതുരുത്തി സ്വദേശിയായ അദ്ദേഹം മുതിർന്ന പാർട്ടി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. 7ാം വാർഡിൽ നിന്നും ജയിച്ച അത്തിക്കപ്പറമ്പ് സ്വദേശിയായ നിർമ്മലാദേവി നേരത്തെ 1-ലധികം തവണ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. മികച്ച പൊതുപ്രവർത്തകയാണ്. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾക്ക് തന്നെയാണ് പട്ടാമ്പി നഗരസഭയിൽ പ്രഥമ പരിഗണന നൽകുകയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പദവി ഏറ്റെടുത്തതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾക്ക് തന്നെയാണ് പട്ടാമ്പി നഗരസഭയിൽ പ്രഥമ പരിഗണന നൽകുകയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനുള്ള നടപടികളും സ്വീകരിക്കും. ചെയർപേഴ്സൺ പദവി ഏറ്റെടുത്തതിനു ശേഷം ACV ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അവർ. അവിചാരിതമായിട്ട് എത്തിപ്പെട്ടതാണ്. പ്രതീക്ഷിക്കാണ്ട് ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടു. ഇനി പട്ടാമ്പിയുടെ വികസനത്തിൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്ക് പട്ടാമ്പിക്ക് കുറേ സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാനുള്ളതുണ്ട്. അതെല്ലാം നടപ്പാക്കിയെടുക്കണം. ഒന്നാമതായി നമ്മുടെ ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രഥമ പരിഗണന കൊടുക്കുന്നത്. പിന്നെ നമുക്കൊരു ഫയർ സ്റ്റേഷൻ നമ്മുടെ പട്ടാമ്പിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു ശ്മശാനം, അതൊക്കെ നമ്മുടെ പൊതുവായ കാര്യങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. അത് ഞങ്ങൾ ഈ ഭരണസമിതി കൂടിയാലോചിച്ചുകൊണ്ട് നടപ്പാക്കും. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ചൊവ്വാഴ്ചയാണ് ഓഫീസിലെത്തി സ്ഥാനമേറ്റത്. പുതിയ പദവി തീർത്തും അപ്രതീക്ഷിതമായിരുന്നുവെന്നും ചെയർപേഴ്സന്റെ പ്രതികരണം. ജീവനക്കാരുൾപ്പെടെയുള്ളവർ ആശംസകളുമായി എത്തിയിരുന്നു. കുടിവെള്ള പ്രശ്നവും റോഡ് തകർച്ചയുൾപ്പെടെയുള്ള പരാതികളും ഇതിനിടയിൽ ചെയർപേഴ്സനെ തേടിയെത്തി. പട്ടാമ്പിയിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുക തന്നെയാണ് പ്രഥമ പരിഗണന നൽകുക. പട്ടാമ്പിക്ക് സ്വപ്ന പദ്ധതികൾ ഏറെയുണ്ടെന്നും എല്ലാം നടപ്പാക്കാൻ കഴിയുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. പട്ടാമ്പിയുടെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ബൈപ്പാസ്, ഇപ്പം നിലവിലുള്ള ബൈപ്പാസ് തന്നെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ചെറുവാഹനങ്ങളൊക്കെ അതിലൂടെ പോയി കഴിഞ്ഞാൽ പട്ടാമ്പിയുടെ നഗരത്തിലുള്ള വലിയ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുമല്ലോ. അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കും. പിന്നെ അഴുക്കുചാലുകളിൽ നിന്നുള്ള വെള്ളം പുഴ മലിനമായി കൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ നമുക്ക് നിർത്തലാക്കുന്നതിനും ശുദ്ധമായ കുടിവെള്ളം നമുക്ക് ജനങ്ങൾക്ക് എത്തിക്കുന്നതിനും വേണ്ടിയുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക.
ഞങ്ങൾ നടപ്പാക്കും. ഈ ഭരണസമിതി തീർച്ചയായും ഇതിന് നിങ്ങളെല്ലാവരും സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. 5 കൊല്ലക്കാലം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പാക്കുന്നതായിരിക്കും. പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. ഇതിനായി ബൈപ്പാസ് റോഡിന്റെ പൂർത്തീകരണവും നടപ്പാക്കുമെന്നും ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. സാരഥികളെ തിരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യ കൗൺസിൽ യോഗം ജനുവരി 4 നടക്കും. ഏതെല്ലാം പദ്ധതികൾ അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ടെന്ന് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ദേശമംഗലം പഞ്ചായത്തിൽ LDFന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയിൽ കെ ജയരാജ് പ്രസിഡന്റാകും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ജയിച്ച LDFന് പിന്തുണ അറിയിച്ച ജുമൈലത്ത് വൈസ് പ്രസിഡന്റാകും. കഴിഞ്ഞ ദിവസം കൂടിയ LDF കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും 2 മണിക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടക്കും. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ധനുമാസക്കുള്ളിൽ തിരുവാതിര വ്രതം നോൽക്കാനൊരുങ്ങി സ്ത്രീകൾ. മംഗല്യവതിയായ സ്ത്രീകൾക്കും കന്യകമാർക്കും ആഘോഷവ്രതമാണ് തിരുവാതിര. ഉമാമഹേശ്വര പ്രീതിയെ ഉദ്ദേശിച്ചുള്ള വ്രതമാണ് ആർദ്രവ്രതം അഥവാ തിരുവാതിര നോമ്പ്. തിരുവാതിര ആഘോഷത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത്. ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിനും ദീർഘസുമംഗലികളാകുന്നതിനും വേണ്ടി വിവാഹിതരായ സ്ത്രീകളും ഉത്തമനായ ജീവിത പങ്കാളിയെ ലഭിക്കാൻ കന്യകമാരുമാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ശിവന്റെ ജന്മനാളാണ് തിരുവാതിരയെന്നും ഈ നാളിൽ ശിവന്റെ ആയുരാരോഗ്യത്തിനായി പാർവതീദേവി വ്രതം നോറ്റതിനെ അനുസ്മരിച്ചാണ് തിരുവാതിര എന്നുമാണ് മറ്റൊരു വിശ്വാസം. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ തിരുവാതിര പൂത്തിരുവാതിര എന്നാണ് പറയാറുള്ളത്. ആദ്യകാലത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിരുവാതിര ആഘോഷങ്ങളായിരുന്നുവെങ്കിലും കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എങ്കിലും മകയീരം മുതൽ വ്രതം ആരംഭിക്കുന്നതാണ് പതിവ്. മകയീരം നാളിൽ നോമ്പ് നോൽക്കുന്നത് മക്കൾക്ക് വേണ്ടിയും തിരുവാതിര നാളിൽ ഭർത്താവിനും പുണർദം നാളിൽ സഹോദരന്മാർക്കുമെന്നാണ് വിശ്വാസം. സ്ത്രീകൾ തിരുവാതിര നാളിൽ പുലർച്ചെ എഴുന്നേറ്റ് കുളത്തിൽ പാട്ടുപാടി തുടിച്ചു കുളിച്ചാണ് തിരുവാതിര വ്രതം ആരംഭിക്കുന്നത്. ശേഷം പുതിയ വസ്ത്രം ധരിച്ച് വാലിട്ട് കണ്ണെഴുതി ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പതിവാണ്. തിരുവാതിര നാളിൽ അരിയാഹാരം പാടില്ല. കൂവപ്പായസവും കിഴങ്ങുവർഗ്ഗങ്ങളുമാണ് തിരുവാതിരയിലെ പ്രത്യേകത. ഇളനീർ വെള്ളവും പഴവും കൂവപ്പായസവും പുഴുക്കും പപ്പടവുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ഭക്ഷണ വിഭവങ്ങൾ. ചേന, ചേമ്പ്, കൂർക്ക, നനക്കിഴങ്ങ്, ചെറുചേമ്പ്, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, നേന്ത്രക്കായ തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഉപയോഗിച്ചുണ്ടാക്കുന്ന വിഭവത്തിന് എട്ടങ്ങാടി എന്നാണ് പറയുക. പണ്ടുകാലത്ത് തിരുവാതിര നാളിൽ സ്ത്രീകളെല്ലാം ഒത്തുകൂടി നിലവിളക്ക് കത്തിച്ചു വെച്ച് തിരുവാതിരക്കളിയും പാട്ടുമൊക്കെയായാണ് ആഘോഷം നടത്താറുള്ളത്. തുടർന്ന് ദശപുഷ്പം ചൂടി ഉറക്കമൊഴിച്ചിരുന്ന് തിരുവാതിര ആഘോഷത്തെ പൂർണ്ണമാക്കുന്നു. എന്നാൽ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് ചേക്കേറിയതും ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള പ്രാധാന്യം കുറഞ്ഞതുമെല്ലാം തിരുവാതിരാഘോഷത്തിന്റെയും മാറ്റിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, വേലൂർ. കുട്ടനാട് പെരിങ്ങോട് റോഡ് ശോച്യാവസ്ഥയിൽ. കുട്ടനാട് മുതൽ പെരിങ്ങോട് സെന്റർ വരെയുള്ള 3 കിലോമീറ്ററോളം വരുന്ന പാതയാണ് കുണ്ടും കുഴിയും നിറഞ്ഞ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത്.
തൃത്താല മണ്ഡലത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ കൂറ്റനാട്ടേക്ക് പെരിങ്ങോട്, കോതച്ചിറ, കറുകപ്പുത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആളുകളെത്തുന്ന പ്രധാന പാത കൂടിയാണിത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. ഈ പാതയ്ക്കാണ് ഈ ദുർഗതി. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന പാത നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ സമര പരിപാടികൾ തന്നെ അരങ്ങേറിയിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ റോഡ് ഉപരോധം, കുഴികളിൽ വാഴനടൽ തുടങ്ങിയ സമരമുറകൾക്കും ഈ റോഡ് സാക്ഷ്യം വഹിച്ചിരുന്നു. തുടർന്ന് റോഡിൽ ടാറിംഗ് നടത്തിയെങ്കിലും പണി പൂർത്തീകരിച്ച് മാസങ്ങൾ കഴിയും മുമ്പ് തന്നെ വലിയ കുഴികൾ രൂപപ്പെട്ട് റോഡ് തകരുകയാണുണ്ടായത്. ഇതിനെ ചൊല്ലിയും നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുണ്ടായി. നിലവിൽ കൂറ്റനാട് മാസ് ഓഡിറ്റോറിയത്തിന് മുൻപിലും തൊഴുക്കാട് ഇറക്കത്തിലും തുടങ്ങി 6ഓളം ഭാഗങ്ങളിൽ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. വലുതായി രൂപം കൊണ്ട കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടം സംഭവിക്കുന്നതും പതിവാണ്. പ്രതിഷേധം രൂക്ഷമാകുമ്പോൾ അധികൃതർ ഇടപെട്ട് തകർന്ന ഭാഗങ്ങൾ അടയ്ക്കുന്ന പ്രവൃത്തികൾ നടത്തുന്നുണ്ടെങ്കിലും വീണ്ടും റോഡ് പഴയ സ്ഥിതിയിലാവും. എത്രയും വേഗം തകർന്നു കിടക്കുന്ന നിരത്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. CCTV ന്യൂസ്, തൃത്താല. പെരുമ്പിലാവ് പട്ടാമ്പി പാതയിലെ കൂറ്റനാട് സബ്സ്റ്റേഷന് സമീപത്തെ ഓവുചാൽ മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വാവന്നൂർ പിലാക്കാട്ടി ഭാഗത്തു നിന്നും മഴവെള്ളം ഒഴുകി ഇളവാതുക്കൽ പാടശേഖരത്തിലേക്ക് എത്തുന്ന ഓവുചാലിലാണ് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. അറവ് മാലിന്യം, പച്ചക്കറി മാലിന്യം, മദ്യക്കുപ്പികൾ എന്നിവ ഉൾപ്പെടെ കവറുകളിലാക്കിയാണ് ഇവിടെ സാമൂഹ്യവിരുദ്ധർ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ഇരുട്ടിന്റെ മറവിലാണ് മാലിന്യ നിക്ഷേപം കൂടുതലായി നടക്കുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് പ്രദേശത്ത് കൊണ്ടുവന്ന് തള്ളിയ മാലിന്യം ഒഴുകി സമീപത്തെ പാടശേഖരത്തിലേക്ക് എത്തിയതിൽ കർഷകർക്കിടയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ മാലിന്യം നിക്ഷേപിക്കാൻ എത്തുന്നവർക്ക് കൂടുതൽ സൗകര്യപ്രദമാണിവിടം. മാലിന്യം കുമിഞ്ഞുകൂടി സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കും മാലിന്യം എത്തി നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ജനുവരി മാസം മുതൽ 10ാം ക്ലാസ് ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് മുറികൾ പഠന പ്രവർത്തനങ്ങൾക്കായി സജ്ജീകരിച്ചു. ഡിവൈഎഫ്ഐ തൃത്താല മേഖലാ കമ്മിറ്റി, മേഴത്തൂർ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾക്കായി പ്രവർത്തന സജ്ജമാക്കിയത്. നിലവിൽ തൃത്താല പഞ്ചായത്ത് CFLTC കെട്ടിടം മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്രവർത്തന സജ്ജമാക്കിയിരുന്നത്. ഇതിനായി ക്ലാസ് മുറികളിലെ ബെഞ്ചുകളും ഡെസ്കുകളും മേശകളുമെല്ലാം മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരുന്നു. സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ച സാഹചര്യം കണക്കിലെടുത്ത ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ മുൻകാലങ്ങളിലേതിന് സമാനമായി പഠനമുറികളാക്കി സജ്ജീകരിച്ചു. തൃത്താല ബ്ലോക്ക് സെന്റർ അംഗം അല്ലമീൻ മാസ്റ്റർ, തൃത്താല മേഖലാ ജോയിന്റ് സെക്രട്ടറി സാജു C, മേഴത്തൂർ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ നിഖിൽ, ഷിജു, സാബു, സഞ്ജയ്, പ്രസിൻ കൃഷ്ണ, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനുവരി മാസം SLC+2 ക്ലാസുകൾ തുടങ്ങാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ മേഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായിട്ട് പഞ്ചായത്ത് കൈകാര്യം ചെയ്തിരുന്ന സ്കൂളിൽ കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ +2 പരീക്ഷ ഉൾപ്പെടെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ക്ലാസ് റൂമുകൾ ഡിവൈഎഫ്ഐ എന്ന നിലക്ക് ക്ലാസ് റൂമുകൾ ശരിയാക്കുകയും അവർക്ക് വേണ്ട പഠന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഇനി നവമാധ്യമ കാഴ്ച. അനുകരണശീലമുള്ളവരാണ് കുഞ്ഞുങ്ങൾ. മാതാപിതാക്കളെ മാത്രമല്ല ചുറ്റുമുള്ള എല്ലാം സൂക്ഷ്മം വീക്ഷിച്ച് അനുകരിക്കാൻ കുഞ്ഞുങ്ങൾ ശ്രമിക്കാറുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ് പഴഞ്ഞിൽ നിന്നും ടോണി നൽകിയിരിക്കുന്നത്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.